മലയാളത്തിന്റെ പ്രിയ നടൻ ജഗദീഷ് 70ന്റെ നിറവിൽ. ജഗദീഷിന് 70 വയസ്സായോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ജഗദീഷിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ 70 വയസ്സായ ഒരാളാണ് ജഗദീഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1955 ജൂൺ 12-നാണ് ജഗദീഷ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ജനിക്കുന്നത്. അപ്പോൾ ഈ വർഷം ജൂണിൽ ജഗദീഷിന് 70 വയസ്സ് തികയുന്നു. മലയാളത്തിന്റെ നിത്യ സൗന്ദര്യം നമ്മൾ പറയുന്നത് മമ്മൂട്ടിയാണെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നു, എനിക്കെന്നല്ല ഇപ്പോൾ ഈ അടുത്ത് ജഗദീഷിനെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, നിത്യ യൗവനം ജഗദീഷിനാണ്. മമ്മൂട്ടിയേക്കാൾ യൗവനം, 3-4 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയേക്കാൾ യൗവനം ജഗദീഷിന് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വരികയും 400 പരം മാർക്കോ എന്ന സിനിമയിൽ വില്ലനായിട്ടൊക്കെ ജഗദീഷിന്റെ നല്ല സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ മാർക്കോയിലെ വില്ലനും, കിഷ്കിന്ധകാണ്ഡത്തിൽ, ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകളിലെ റോഷാക്ക് എന്ന സിനിമയിലേക്ക് മികച്ച വേഷങ്ങളിലൂടെ ഒരു കോമഡി നടനിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ജഗദീഷ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും ജഗദീഷ് 70ന്റെ നിറവിലാണ്. ഭാര്യ 400-ൽ പരം സിനിമകളിൽ ജഗദീഷ് ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, ഹിറ്റ്ലർ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, സ്ത്രീധനം, ഭാര്യ, അങ്ങനെ എനിക്ക് തോന്നുന്നു 1995 കാലഘട്ടങ്ങളിൽ ജഗദീഷിന്റേതായ കുറെ സിനിമകൾ മലയാള സിനിമയിലുണ്ടായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ വന്ന് അത്യാവശ്യം സാമ്പത്തിക ലാഭം നേടുന്ന കുറെ സിനിമകൾ ജഗദീഷിന്റേതായിട്ട് മലയാള സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ജഗദീഷ് തുടക്കകാലങ്ങളിൽ ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു, അവിടുന്ന് ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ജഗദീഷ് സിനിമയിലേക്ക് വരുന്നത്. ജഗദീഷിന്റെ ഭാര്യ രമയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, മികച്ചൊരു ഡോക്ടറായിരുന്നു. ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ എന്നുള്ള റെക്കോർഡ് വരെ നേടിയിട്ടുള്ള സ്ത്രീ ഡോക്ടറാണ് രമയാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പോലീസിന് ഒരുപാട് കുറ്റാന്വേഷണത്തിൽ ജഗദീഷിന്റെ ഭാര്യ രമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഒരുപാട് അനുകൂലമായിട്ടുണ്ട്. ഒരുപാട് ആത്മഹത്യ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ നടന്ന റെയിൽവേ പാളത്തിൽ കിടന്ന ഒരു ബോഡിയുടെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ പോലീസ് അത് ആത്മഹത്യ എന്ന് പറയുകയും അവസാനം രമയുടെ റിപ്പോർട്ട് അത് കൊന്നുകൊണ്ട് പാളത്തിലിട്ടതാണെന്ന് പറഞ്ഞു കണ്ടെത്തി. അവസാനം അതായിരുന്നു ശരി. അങ്ങനെ മികച്ചൊരു ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെയാണ് 2 പെൺമക്കളും ഡോക്ടറായിരുന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഡോക്ടറൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി വലിയ സമ്പത്ത് പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഇപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് 2 പെൺമക്കളും ജോലി ചെയ്യുന്നത്. അത് നല്ലൊരു സേവനമായി കാണുന്നു. അതുപോലെ തന്നെ ജീവിതം കൊണ്ട് തന്നെ വളരെ ഇന്നത്തെ 2 സിനിമയിലും 3 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ജാടയും പവറൊക്കെ കാണിക്കുന്ന, പിന്നെ വലിയ വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന, ഇതൊന്നും ഇല്ലാതെ ഇപ്പോഴും സാധാരണക്കാരെ പോലെ വസ്ത്രം ധരിച്ച് വില കുറഞ്ഞ വാഹനത്തിൽ യാത്ര ചെയ്ത് ഒരു മാതൃകയാക്കേണ്ട നടൻ തന്നെയാണ്. കള്ളുകുടിയില്ലാത്ത, ഇതുവരെ പേരുദോഷങ്ങളൊന്നും കേൾക്കാത്ത, ഗോസിപ്പുകളൊന്നും വരാത്ത, ഇന്നും ഭാര്യയുടെ മരണം കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ആ നഷ്ടം ഇന്നും നഷ്ടബോധമായി നിലനിർത്തുന്ന ഭാര്യയുടെ സ്നേഹം അദ്ദേഹത്തിന്റെ പല കമന്റുകളിലും ഇന്റർവ്യൂലൊക്കെ നമ്മൾ കേട്ടറിഞ്ഞാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഒരു മാതൃകാ നടൻ, സിനിമാ നടന്മാരിൽ ഒരു ജെന്റിൽമാനായ മാതൃകാ നടനായ ജഗദീഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒത്തിരി നല്ല കഥാപാത്രങ്ങളിലൂടെ ജഗദീഷ് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു.